നമസ്കാരം. ദിസ് ഇസ് അവന്തിക. വെൽക്കം ടു അവന്തിക ഡയറീസ്. അപ്പോൾ കുറേ ആയില്ലേ ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ആഗ്ര ആൻഡ് ഡൽഹി വ്ളോഗാണ്. അപ്പം ഞങ്ങൾ പോയത് 2 നവംബർ 2023 ആയിരുന്നു. പക്ഷെ അന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീകണ്ഠൻ സാറിനോടാണ്. കാരണം സാറാണ് ഞങ്ങൾക്ക് ഈ ഒരു യാത്ര ഒരുക്കി തന്നത്. പാലക്കാട് ജില്ലയിൽ SSLCയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തതാണ് ഈ ഡൽഹി യാത്ര. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലത്തെ 12 പേര് സെലക്ട് ചെയ്തു. അതിലത്തെ ഒന്നാണ് ഞാൻ. 2-ാം തീയതി 3-3:30 ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി. അന്ന് മൊത്തം തുരങ്കോ ഇരുട്ട് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ റേഞ്ചും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 4-ാം തീയതി ഞങ്ങൾ രാവിലെ 11-11:30 ആകുമ്പോൾ ആഗ്രയിലെത്തി. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ ആദ്യം താജ്മഹലാട്ടോ കാണാൻ പോകുന്നത്. എന്നിട്ട് അങ്ങനെയാണ് കേട്ടത്. Very fantastic. डाउन कर थोड़े से ना ഇപ്പോൾ ഈ കിണർ കണ്ടോ? ഈ കിണറിൻ്റെ അടിയിൽ ടണലുണ്ട്. അത് ഡൽഹിക്കുള്ള ടണലാട്ടോ. അപ്പം അത് കൂടെയൊക്കെയാണ് പണ്ട് രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്തിരുന്നതെന്ന് പറയുന്നു യുദ്ധമൊക്കെ വരുമ്പോൾ. അപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കും. പിന്നീട് രാത്രിത്തെ ട്രെയിൻ പിടിച്ചിട്ട് ഞങ്ങൾ ഡൽഹിയിലെത്തി. അപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പിന്നെ MP ക്വാർട്ടേഴ്സിലേക്ക് ടാക്സിയിലാണ് പോയത്. ഇതാണ് രാവിലത്തെ കാഴ്ച. അവിടെ അപ്പുറത്ത് കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഗേൾസ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്കാണ് ഡോർമെട്രി വന്നത്. ഇപ്പോൾ രാവിലെ നീച്ച് ഞങ്ങൾ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലേക്കാട്ടോ ആദ്യം പോയത്. അപ്പോൾ റൂട്ടിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നല്ല രസം, നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഇന്ദിരാഗാന്ധി താമസിച്ച വീട് തന്നെയാണ്. ഈ സാരി ഇന്ദിരാഗാന്ധിയുടെ വിവാഹ സാരിയാണ്. അതുപോലെ തന്നെ അത് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ആണത്.
ഇതാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയ സ്ഥലം. ശ്രീനന്ദനയുടെ ഒരു പിന്നെ ഞങ്ങൾ രാഷ്ട്രപതി ഭവനിലെത്തി. അവിടെ ക്യാമറയോ ഫോൺസോ ഒന്നും അലോഡഡ് അല്ല ഉള്ളിൽ. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ അവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും ഇല്ല. ഇവിടെ കൊടുത്തിട്ട് വേണം പോവാൻ ബാഗും ഫോണൊക്കെ. പിന്നീട് ഞങ്ങൾ അക്ഷർധാം ടെമ്പിളിലാട്ടോ പോയത്. അവിടെയും ഇതേപോലെ തന്നെ ഫോണൊന്നും അലോഡഡ് അല്ല ഉള്ളിൽ. അപ്പോൾ ഇതാണ് പുറത്തുനിന്ന് കാണാൻ. പുറത്തുനിന്ന് എടുത്താട്ടോ തൊഴുത് വന്നിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. പിന്നെ ഡൽഹി മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ സരോജിനി മാർക്കറ്റിലെത്തി. വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, അവിടെ കളവൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബാക്കിലുള്ള കേട്ടോ പഴയ പാർലമെൻറ്റ്, ആ സൈഡിലുള്ളത് പുതിയ പാർലമെൻറ്റാണ്. പിന്നീട് ഞങ്ങൾ ജൻപത് മാർക്കറ്റ് പോയി. പിന്നീട് പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. അപ്പോൾ ഒരു സന്ധ്യ ആവാറായിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി. ഇത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ പോയത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി ഇന്ത്യ ഗേറ്റ്. നോക്കി അന്ന് ആദ്യം പോയത് ഞങ്ങൾ കുത്തബ് മിനാറിലേക്കാണ്. പിന്നീട് പോയത് ലോട്ടസ് ടെമ്പിളാണ്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പോകണമെന്ന്. ഒരു പ്രാർത്ഥനാലയം ആണെങ്കിലും അവിടെ ഒരു ദൈവിക രൂപം ഒന്നുമില്ല, ഒരു ദൈവത്തിൻ്റെയും രൂപമില്ല. നമ്മൾ നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനുള്ളൊരിടമാണ്. ഇത് രാജ്ഘട്ട് മെമ്മോറിയലാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയിട്ടുള്ള സ്മാരകമാണ്.
इस कष्टदायक प्रक्रिया से बताए बहुत से सिद्धांत അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോഴേക്കും എനിക്ക് കാലാവസ്ഥയും കൊണ്ട് തോന്നുന്നു വയ്യാതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡൽഹി യാത്ര. സോ ബൈ ബൈ.